രാവിലെ 5:00 ഇറങ്ങി കിട്ടാ ചോർ ബസാർക്ക്. ഇനി വീഡിയോ ഈ അറ്റ മുതൽ കാണുന്നൊക്കെ ചോർ ബസാറാ. ചോർ ബസാറിന്റെ എല്ലാ മുക്കും മൂലയുണ്ട്. ഇവിടെ വരുന്നതിന്റെ മുന്നേ തന്നെ കുറെ ഓർഡർ ഉണ്ടായിരുന്നു. എന്തിനാ വെച്ചാൽ ഐഫോണ്. അത് പറയാണ്ടല്ലേ, ഇവിടേക്ക് വരുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിൽ ഐഫോൺ ചെറിയ വിലക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മളും ആ പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഐഫോൺ ഒന്നും കാണാനല്ലേ. ഇനി പിന്നെ വേറെ കുറെ സാധനങ്ങളുണ്ട്, അടിച്ചു മാറ്റി കുറെ സാധനങ്ങളുണ്ട്, ചെറുതും വലുതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കട്ടതാണെങ്കിൽ ഒരു വേഗം വിറ്റ് ഒഴിവാക്കുന്നൊക്കെ നോക്കും. അത് കൂടുതൽ നേരം വെച്ച് നിൽക്കരുതല്ലോ. അത് പെട്ടെന്ന് സൂര്യ ഉദിച്ചതിന്റെ മുന്നേ ഓല് വിറ്റ് ചെയ്യാൻ നിൽക്കും. വിലവർക്ക് അറിയില്ല, അവർക്ക് കിട്ടുന്ന പൈസ കിട്ടിയാൽ ആദ്യമേ. പിന്നെ സാധാരണ നോർമലായിട്ട് കച്ചവടം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഓരോരുത്തർ പോയിട്ട് വർഗം ചെയ്താൽ ഓല് തല്ലിയാട്ടി വിടും. ഇതിന് നല്ല സാധനങ്ങൾ വിൽക്കണോലുണ്ട്, നല്ലതല്ലാത്ത സാധനങ്ങൾ വിൽക്കണോലുണ്ട്. ഈ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ട വിലക്ക് കിട്ടുട്ടോ. ഈ ചെറുത് പഴയത് ഓല് സർവീസ് ചെയ്താണ്ട് വിൽക്കണ മാതിരിയൊക്കെ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വേണ്ട വിലക്ക് കിട്ടും. അപ്പൊ ഷൂവിന്റെ വിലകൾ കേട്ടില്ല, 6 റുപ്യാണ് ഓല് പറയണേ. ഇതൊക്കെ നീറ്റായിട്ട് നല്ല സാധനങ്ങൾ കൊടുത്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരട്ടോ. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു 800-900 റുപ്യൊക്കെ പോരും. എന്താ വെച്ചാൽ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ കച്ചവടം നടന്നിട്ടില്ല, ഒരു 10 റുപ്യ കൂട്ടി കൊടുക്കാനേ അവർ നോക്കുള്ളൂ. നമുക്ക് ഹോൾസെയിൽ വില ഷൂവിന്റെ ക്വാളിറ്റി അറിയുന്നതുകൊണ്ട് അതെങ്ങനെ കിട്ടുമെന്ന് മനസ്സിലാവും. ഇവിടെ ഇപ്പൊ കൂടുതലായിട്ട് കാണുന്നത് ഡ്രസ്സ്, ഷൂവ്, പിന്നെ ഫോൺ ആക്സസറീസ്, ഇലക്ട്രോണിക്സ്, അങ്ങനത്തെ ഐറ്റംസ് ആണ്. രാവിലെ നേരം വെളുക്കണമല്ലോ. ഇവിടെ എല്ലാത്ത ആൾക്കാരല്ല കേട്ടോ, ടൂറിസ്റ്റുകളും മലയാളീസും എല്ലായിടത്തും ആൾക്കാരുണ്ട്. നമ്മൾ മലയാളീസിനെ കണ്ടുപിടിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ട്, അത് ഇതിലില്ല. അത് വേറെ നമ്മൾ ആഡ് ചെയ്യാം, വേറെ അപ്ലോഡ് ചെയ്യാം. സാധനം കയ്യിലുണ്ടോ വെച്ച് ഓരോ മലയാളി ഒരു മലയാളിനെ കിട്ടിയിരിക്കണം, അത് വേറെ അപ്ലോഡ് ചെയ്യാം വീഡിയോ. ഈ ലാപ്ടോപ്പിനൊക്കെ 5-6 റുപ്യൊക്കെ പോലെ ചോദിക്കണം. ഇത് കണ്ടാൽ തന്നെ അറിയാം ആക്രിപ്പിടിയിൽ നിന്ന് എടുത്തോണ്ടെന്നാണ്. ഫുള്ള് പൊടിയും പാറി. ഇത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറകെ നടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇത് എടുക്കാതൊക്കെ നല്ലത്. പിന്നെ ഇവിടെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ ക്വാളിറ്റി, അതിന്റെ സാധനങ്ങളൊക്കെ. അത് വർക്ക് ചെയ്യുന്ന തന്നെ പഠിച്ചോണ്ട് അറിയാം. പിന്നെ ഇതൊരു വല്യപ്പാന്റെ കറൻസി കളക്ഷൻ ആട്ടോ. ഇവിടെ എല്ലാ രാജ്യത്തെ കളക്ഷനും ഉണ്ട്, എല്ലാ രാജ്യത്തെ പൈസയും ഉണ്ട്. ഇനി വരുന്നതാണ് തുണിന്റെ മാർക്കറ്റ്. ഇനി ഫുള്ളാണ് തുണിയാണ്. ഫുള്ള് ചെറിയ വിലക്കും ഇതൊക്കെ അടിച്ചു മാറ്റി കൊടുക്കുന്നത്. എവിടുന്നൊക്കെ അയലുമെന്ന് തോരട്ടൊക്കെ എടുത്ത് കൊടുക്കുന്നത് തോന്നുന്നു. പെരയിന്ന് കൊടുക്കുന്നത് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അയലുമെന്ന് തോരട്ടത് കൊടുക്കുന്നത് വെറുതെ പറയാലോ. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഉള്ളൊക്കെ കീറിയതുണ്ട്, കറുണ്ട്, ചളിയുണ്ട്. ചിലതൊക്കെ നോക്കി അറിയാം. ചിലത് നല്ല സാധനങ്ങളുണ്ട് കേട്ടോ, പക്ഷെ നല്ല ക്വാളിറ്റിയിലെ സാധനമുണ്ട്, ബ്രാൻഡഡ് ഉണ്ട്. ഒക്കെ 200 റുപ്യയിൽ പറയുന്നത്. 100 റുപ്യൊക്കെ ഓരോന്ന് കിട്ടും. 2-3 എടുത്ത് കഴിഞ്ഞാൽ 150-200 റുപ്യൊക്കെ കിട്ടും. ഈ സാധനമൊക്കെ വാരി എടുത്ത് കൊണ്ടുവരുന്നതുകൊണ്ട് ചോദിച്ച വിലക്ക് കിട്ടും. പിന്നെ ഇതൊക്കെ പോകുമ്പോഴത്തേന് ഇത് വിറ്റ് വെച്ചാണ് സാധനം. ഇതിങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സാധനം ഉണ്ട് കേട്ടോ. അതാണ് കുറച്ച് വൃത്തി, നല്ല ക്വാളിറ്റി സാധനമാണ്. ഒന്ന് റെഡും പിന്നെ വേറൊരു അഡിഡാസിന്റെ സാധനം. അത് രണ്ടും ഞാനെടുത്തു. അഡിഡാസിന്റെ നല്ല ബ്രാൻഡഡ് ഷോർട്സ് ഒക്കെ ഞാൻ 2 എടുത്തു. 200 റുപ്യ 2 ബ്രാൻഡ് ലോഗോ അടക്കുന്നുണ്ട്. എവിടുന്നാണോ കിട്ടണാവോ സാധനം എടുത്തു. അപ്പൊ ഇന്ന് നമ്മൾ ഈ ചോർ ബസാർ മുഴുവൻ കറങ്ങിട്ടോ. അത് ഒരുപാട് വ്യാപിച്ച് കിടക്കുന്ന ഏരിയയാണ്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോയിൽ കാട്ടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിരിക്കണം. എല്ലാ വീഡിയോയിൽ ഏകദേശം ഭാഗമൊക്കെ കാണിച്ചിരിക്കണത്. ഒരുപാട് ഏരിയ ഉണ്ട്, ഇതൊക്കെ നടന്ന് കാണിച്ചിരിക്കണം. ഇവിടെ മെയിനായിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഷൂസ്, തുണി, പിന്നെ ടോയ്സ്, ചില്ലറ സാധനങ്ങളല്ലോ. ഞാനും ചോർ ബസാർ കണ്ടിട്ടില്ല എന്ന് പറയരുത്. ചോർ ബസാർ 50 റുപ്യക്ക് നല്ല ബ്രാൻഡഡും എല്ലാം ഉണ്ട്. കോപ്പിയും ബ്രാൻഡഡും എല്ലാം ഒരേ വില. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. 50 റുപ്യ എല്ലാം 50. ബ്രാൻഡഡും എല്ലാ സാധനവും ഉണ്ട്. ചോർ ബസാറിലാണ്. കൊള്ളാവോ?